കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു. RS ഉണ്ണി കക്ഷി പരിഗണനകൾക്കതീതമായി എല്ലാ വിഭാഗക്കാരുടെയും ബഹുമാന ആദരങ്ങൾ ആർജിച്ച രാഷ്ട്രീയ നേതാവായിരുന്നു RS ഉണ്ണി. 1924 ഫെബ്രുവരിയിൽ ശക്തികുളങ്ങര കളിയിലിൽ വീട്ടിൽ രാമുണ്ണിയുടെയും ഗൗരിയമ്മയുടെയും മകനായി ജനിച്ചു. കൊല്ലം ബോയ്സ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ സ്കൂളിൽ കോൺഗ്രസിന്റെ ശാഖ തുടങ്ങാൻ മുന്നിട്ടിറങ്ങി RS ഉണ്ണി. അവിടെ നിന്ന് ESLC പാസ്സായി. മധുര അമേരിക്കൻ കോളേജിൽ ഇന്റർമീഡിയറ്റിന് ചേരാൻ പോയ RS ഉണ്ണി കൊല്ലം ട്രാൻസ്പോർട്ട് മിനറൽസിൽ പണിമുടക്കുന്ന തൊഴിലാളികൾക്കൊപ്പം കൂടുകയാണ് ചെയ്തത്. തുടർന്ന് പൂർണ്ണമായ രാഷ്ട്രീയക്കാരനായി. 1944-46 കൊല്ലത്തെ കോൺഗ്രസ് പ്രവർത്തനത്തിന്റെ പൂർണ്ണ ചുമതലക്കാരനും 1946 ജില്ലാ കമ്മിറ്റി അംഗവുമായി. 1944 കുറെ കാലം AD കോട്ടൺ മിൽ തൊഴിലാളിയായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ പേരിൽ അവിടെ നിന്ന് പുറത്താക്കി അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുകയും ചെയ്തു. ജയിൽ മോചിതനായ ശേഷം പോലീസിന്റെ കണ്ണ് വെട്ടിച്ച് ബാംഗ്ലൂരിലെത്തി HN കമ്പനിയിൽ RS ഉണ്ണി ഉദ്യോഗസ്ഥനായി. അവിടെ നിന്ന് കൊല്ലത്തെത്തിയ ശേഷം 1947 രൂപീകൃതമായ KSPയുടെ പ്രവർത്തകനായി. കൊല്ലത്ത് ശ്രീനാരായണ കോളേജ് സ്ഥാപിതമായ ആദ്യ വർഷത്തെ വിദ്യാർത്ഥിയായിരുന്നു RS ഉണ്ണി. കോളേജിൽ നടത്തുന്ന പരീക്ഷകളിൽ വിജയിക്കാത്തവരെ പൊതുപരീക്ഷയ്ക്ക് ഇരുത്താതെ ഡീറ്റെയിൻ ചെയ്യാനുള്ള കോളേജ് അധികൃതരുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് 1949 മാർച്ച് 21 നടന്ന പരീക്ഷ ബഹിഷ്കരിച്ചതിന്റെ പേരിൽ RS ഉണ്ണിയടക്കം 7 പേരെ കോളേജിൽ നിന്ന് പുറത്താക്കി. 1949 മേയിൽ പരീക്ഷ വീണ്ടും തടസ്സപ്പെടുത്തിയതിന്റെ പേരിൽ RS ഉണ്ണിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. അവിടെ വെച്ച് ക്രൂരമായ പോലീസ് മർദ്ദനത്തിനാണ് അദ്ദേഹം ഇരയായത്. 1124 AD കോട്ടൺ മിൽ ലോക്കൌട്ടിനെതിരായ സമരത്തെ തുടർന്ന് ഇടവം 11 മില്ലിൽ പോലീസ് ലാത്തിച്ചാർജ് നടത്തി. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ ഉണ്ണി വീണ്ടും അറസ്റ്റിലായി. ലോക്കപ്പിലും സബ് ജയിലിലുമായി 6 മാസം അദ്ദേഹം കിടന്നു. കൊല്ലത്തെ തൊഴിലാളി സമരത്തിന് നേതൃത്വം നൽകിയതിൻ്റെ പേരിൽ 13 മാസത്തെ ജയിൽ ശിക്ഷയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. കോട്ടൺ മിൽ സമരകാലത്ത് കൊല്ലത്തുണ്ടായ ലഹളയുടെ പേരിൽ 1.5 വർഷത്തോളം കൊല്ലം സബ് ജയിലിൽ അദ്ദേഹത്തിന് കഴിയേണ്ടി വന്നു. KSP RSPയിൽ ലയിച്ചതിനെ തുടർന്ന് RSP പ്രവർത്തകനായി മാറി RS ഉണ്ണി. അക്കാലത്ത് RS ഉണ്ണി ജനറൽ സെക്രട്ടറിയായി പ്രൈവറ്റ് ബസ് തൊഴിലാളികളുടെ കൊയിലോൺ ഡിസ്ട്രിക്ട് മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ രൂപീകൃതമായി. 1961 പ്രൈവറ്റ് മോട്ടോർ തൊഴിലാളികൾ കൂലി കൂടുതലിനും ജോലി സ്ഥിരതയ്ക്കുമായി 2 മാസത്തിലേറെ നീണ്ടുനിന്ന ഐതിഹാസിക സമരം നടത്തി. അതിന് RS ഉണ്ണിയാണ് നേതൃത്വം നൽകിയത്. തൊഴിലാളികളെ കൂട്ടത്തോടെ പിരിച്ചുവിട്ടപ്പോൾ അവരെ പുനരധിവസിപ്പിക്കാനായി കോമോസ് എന്ന മോട്ടോർ തൊഴിലാളി സഹകരണ സംഘത്തിന് RS ഉണ്ണി അക്കാലത്ത് രൂപം നൽകി. 1970 5000 രൂപ പ്രവർത്തന മൂലധനവും KLQ 5211 എന്ന ബസ്സുമായി തുടങ്ങിയ കോമോസ് 50ഓളം ബസ്സുകളും 10 കോടി ആസ്തിയുമുള്ള സ്ഥാപനമായി മാറി. ബസ് ജീവനക്കാർക്ക് പ്രോവിഡന്റ് ഫണ്ട്, ESI, ഫെയർ വേജസ് തുടങ്ങിയ ആനുകൂല്യങ്ങൾ നൽകുന്ന സ്ഥാപനമെന്ന ഖ്യാതി കോമോസ് നേടിയതിന് പിന്നിൽ RS ഉണ്ണിയായിരുന്നു. 1960 തൃക്കടവൂർ മണ്ഡലത്തിൽ നിന്ന് CM സ്റ്റീഫനെതിരെ മത്സരിച്ച RS ഉണ്ണി പരാജയപ്പെട്ടു. 1967 ഇരവിപുരം നിയോജക മണ്ഡലത്തിൽ നിന്ന് ആദ്യമായി കേരള നിയമസഭയിലെത്തി. 1970, 1977, 1980, 82 വർഷങ്ങളിലും നിയമസഭാ അംഗമായി RS ഉണ്ണി. 1970 മുതൽ 77 വരെ നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. 10 മാസം സ്പീക്കറുടെ ചുമതലയും വഹിച്ചു. 1980 മുതൽ തദ്ദേശ സ്വയംഭരണ മന്ത്രിയായി RS ഉണ്ണി.
കേരളത്തിൽ തോട്ടിപ്പണി നിർത്തലാക്കിയത് RS ഉണ്ണി മന്ത്രിയായിരിക്കുമ്പോഴാണ്. ചാത്തന്നൂർ സ്പിന്നിംഗ് മിൽ സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്ക് RS ഉണ്ണി വഹിച്ചിട്ടുണ്ട്. 1950 RSP രൂപീകരിക്കപ്പെട്ടത് മുതൽ 1999 ഫെബ്രുവരി 17 നിര്യാതനാകുന്നതുവരെ പാർട്ടിയുടെ അമരക്കാരനായിരുന്നു RS ഉണ്ണി. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇതുവരെ കേട്ടത് കൊല്ലം അടയാളപ്പെടുത്തുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് വല്യശാല രാജു.